നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വെമ്പായം. ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ വില പിടിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ഇന്ന് പറയാൻ പോകുന്നത് 1201 ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള പുതുവർഷ ഫലത്തെയാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാല് വരെയുള്ള ചിങ്ങക്കൂറുകാർക്ക് ഈ വർഷം പൊതുവെ എത്രത്തോളം ഗുണകരമായിരിക്കും അല്ലെങ്കിൽ എന്തൊക്കെ ദോഷമായിരിക്കും എന്നുള്ളതാണ്. ചിങ്ങക്കൂറുകാർ ചെറിയ കാര്യത്തിനും വലിയ സന്തോഷമുള്ളവരും, ചെറിയ കാര്യത്തിന് വലിയ സ്നേഹമുള്ളവരും, ചെറിയ കാര്യത്തിന് പോലും ഭയങ്കര കോപമുള്ളവരും, ചെറിയ കാര്യത്തിന് പോലും ടെൻഷനുള്ളവരുമാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എൻ്റെ കൂടെ വിരോധം തോന്നും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവരൊക്കെ ടെൻഷൻ കൂടിയ ആൾക്കാരാണ്. അപ്പോൾ ഇത് കേൾക്കണ്ട എന്ന് തോന്നിപ്പോകും. കാരണം എന്ന് വെച്ചാൽ ഈ ശനി എത്തി നിൽക്കുന്ന സമയമാണ് ഈ കഴിഞ്ഞ 2025 മാസം മുതൽ 2.5 വർഷത്തേക്ക്. ഈ 2.5 വർഷം നിങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ. അവിടെ ജ്യോത്സ്യന്മാർക്കും അതേപോലെ വക്കീലന്മാർക്കും കോടതിക്കും ആശുപത്രിക്കാർക്കൊന്നും നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂല. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളെ രക്ഷിക്കാൻ പറ്റും. കാരണം എന്താണ്? ശനി എട്ടി നിൽക്കുമ്പോൾ 8ൻ്റെ പണി കിട്ടും. 8ൻ്റെ പണി എന്ന് വെച്ചാൽ ജാതം ഭാവി ഫലം ഈ നഷ്ടവികലോ തത്രോ അതി കഷ്ടോ അഷ്ടമഹ എന്നാണ്. ജാതം ഭാവി ഫലം ഒരു ഫലവും നമുക്ക് കിട്ടാതെ വിഷമിക്കും. നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ പോലും നിങ്ങൾക്ക് ആ നല്ല ജോലിയല്ല എന്ന് തോന്നി നല്ല ജോലിയായിരുന്നാലും കളഞ്ഞിട്ട് വരാൻ തോന്നും. ഈ നഷ്ടം കൈ ഇരുന്നതും പോയി, കിട്ടാനുള്ളത് കിട്ടിയതുമില്ലാതെ ഒരാൾ തന്നതുമില്ല, കടവും കൂടാം. ഈ കല ഐശ്വര്യപൂർത്തിക്ക് മംഗളുണ്ടാവും. തത്വവാദി കഷ്ടവും അഷ്ടമം, വളരെ കഷ്ടമാണ് അഷ്ടമം. അങ്ങനെ 8ൻ്റെ പണി എന്ന് പറഞ്ഞാൽ അതാണ്. റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റ്, ഗെയിമുകൾ, ബിസിനസ്സുകൾ, ഏജൻസികൾ, കോൺട്രാക്റ്റുകൾ, ചിട്ടി, അതേപോലെ നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരൊക്കെ, ഊഹക്കച്ചവടമൊക്കെ ചെയ്യണവരൊക്കെ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ അവർ കഴിഞ്ഞ 30 കൊല്ലം കൊണ്ടുണ്ടാക്കിയത് ഈ 3 കൊല്ലം കൊണ്ട് നഷ്ടപ്പെട്ടു. ഇത് നഷ്ടപ്പെടാൻ വേണ്ടി പറയണതല്ല, നിങ്ങൾ നശിക്കാൻ വേണ്ടി പറയണതല്ല, നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. നിങ്ങളൊന്നും സമ്പാദിച്ചില്ലെങ്കിൽ കൈ ഇരിക്കുന്നത് പോവാതിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. പിന്നെ 6-ാം ഇടവും 7-ാം ഇടവും ആംഗിടയാണ് ശരീരഭാവങ്ങൾ. അപ്പോൾ 6 ഗുണാർത്ഥ ചോര ക്ഷത രോഗ ശത്രുണബാധ്യത ക്ഷതം രോഗം ശത്രുക്കളും കൂടും. ഒരുപാട് കേസുകളൊക്കെ ഉണ്ടായി ജയിലിൽ വരെ ആയിപ്പോകാൻ യോഗമുള്ള സമയം. 7-ാം ഇടം എന്ന് വെച്ചാൽ വിവാഹസ്ഥാനമാണ്. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയ സൗന്ദര്യപ്പണൊക്കെ ഉണ്ടായാൽ കുടുംബ കോടതിയിലെ തിണ്ണ വരെ ചെന്നിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്നീ ഭാര്യ പറയണ കേട്ട് ജീവിക്കും, അല്ലെങ്കിൽ ഭർത്താവ് പറയണ കേട്ട് ജീവിക്കണം. രണ്ടുപേരും പറയണത് ശരിയാക്കാൻ വേണ്ടി ചിലപ്പോൾ ഈ ജന്മം മൊത്തം തികയാതെ വരും. അങ്ങനെ നമുക്ക് എന്നാ ഭാര്യ ഇങ്ങനെ പറഞ്ഞില്ലേ മരിച്ചളയാ, ഭർത്താവ് ഇങ്ങനെ പറഞ്ഞല്ലേ മരിച്ചളയാം എന്നൊക്കെ തോന്നി നമുക്ക് മരിക്കണമെന്ന് വരെ തോന്നും. കാരണം ശനി എന്ന് പറയുന്ന ഗ്രഹവും വേഴനും ചില ഗ്രഹങ്ങൾ പിഴച്ചു നിൽക്കുന്ന സമയത്ത് നമുക്ക് നിര്യാണം ക്ഷമാമയോ സ്വജനാപായോ ഗ്രഹപ്രോഷണം സ്ഥാനപ്രംശത് അനേന്ദ്രകോപ ജനവിദ്വാഷ ഉദ്ദേശാർത്ഥ പൂരീവയാഹ ചോരാർത്ഥ അപകൃശ മാനവഹതിർ ദുഷ്കീർത്തിരേവന്തുത വാജ്യാസുർ കലസംബോധനഭിമത ഭാവാൻ അനിഷ്ടാൻ ഗത. ഈ ശനിയും വേഴനും ചില ഗുണപ്രധാനമാകേണ്ടുന്ന ഗ്രഹങ്ങൾ അനിഷ്ടമായിട്ട് സഞ്ചരിക്കുന്ന സമയം നിര്യാണം, നമ്മളെ ബന്ധുക്കളുടെ മരണങ്ങളൊക്കെ നമുക്ക് ബാധിച്ചു. പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ ക്രൂരാഷ്ടമി വിധവതാഷ്ടമത്തിൽ ക്രൂരം സഞ്ചരിക്കുമ്പം വിധവയായിപ്പോവും, ഭർത്താവ് മരിച്ചു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ദീർഘസുമംഗലി പൂജ, നവഗ്രഹ പൂജ ഇതൊക്കെ ചെയ്യേണ്ടതുണ്ട്. വിഷമാമയോ വിഷമങ്ങളായ ആമയം എന്ന് വെച്ചാൽ രോഗം, പെട്ടെന്നൊരു അസുഖം വന്ന ഒരു പനി പിടിച്ചാലും ഈ ആഴ്ച പനിയായിരുന്നു മാറി, ആശുപത്രിയിൽ ചെന്ന് കൗണ്ട് കുറവ്, പിന്നെ രക്തത്തിൽ പല പല കുഴപ്പങ്ങൾ, അങ്ങനെ രക്തദൂഷ സംബന്ധമായ അസുഖങ്ങൾ, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് പേടി തോന്നും. ഒരു ഗ്ലൂക്കോസ് കൊണ്ട് തീരാനുള്ള കാര്യങ്ങളേ ഉള്ളൂ, പക്ഷേ എങ്കിലും വലിയ രോഗിയാണെന്നുള്ള ടെൻഷൻ നമുക്കുണ്ടായി ആകെ വിഷമിച്ചു പോകും. വിഷമാമയോ വിഷമങ്ങളായ ആമയങ്ങൾ, വിഷമാവയ സ്വജനാപായോ
സ്വജനങ്ങൾക്ക് അപായം, വീട്ടിലുള്ളവർക്ക് വീഴ്ച, ഒടിവ്, അപകടം, കടം ഇതൊക്കെ ഉണ്ടാവും. ഗൃഹപ്രോഷണം, വീട് തീ പിടിക്കുന്ന സമയമാണെന്നാണ്. അപ്പോൾ ഇടി മിന്നൽ കൊണ്ടും നമ്മളെ വീട്ടിൻ്റെ TV, മിക്സി, ഗ്രൈൻഡർ, ഗൃഹോപകരണങ്ങൾക്കൊക്കെ നാശം വരും. വലിയ കമ്പനിയൊക്കെ നടത്തുന്ന ആളാണെങ്കിൽ കമ്പനിയിലുള്ള കമ്പ്യൂട്ടറുകളും സെറ്റുകളും ഇല്ലാതായി പോവും. മെഷീനറികൾ പെട്ടെന്ന് തകരാറായി പോവും. ഇങ്ങനൊരു വണ്ടി ഉണ്ടെങ്കിൽ അതൊന്നും വർക്ക്ഷോപ്പിലായി പോവും. അങ്ങനെ നമുക്ക് വീട്ടിലുള്ള ആൾക്കാർക്കും വീട്ടിൻ്റെ ഉപകരണങ്ങൾക്കും വീട്ടിലത്തെ ആട്, മാട്, പട്ടി, പൂച്ച, കോഴി, ജീവജന്തുക്കൾക്കും, കോഴികളൊന്നും ആരും വളർത്തണമെങ്കിൽ പൗൾട്രി ഫാം, ഡയറി ഫാം ഇങ്ങനെയൊക്കെ വളർത്തുന്നവർ, കിളികളെ വളർത്തുന്നവർക്കൊക്കെ ഇങ്ങനെയുള്ള നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ഗൃഹപ്രോഷണം, അതേപോലെ ഈ വീടിൻ്റെ പണി പൂർത്തിയാകാതിരിക്കും, വീട് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫ്ലാറ്റ്, വില്ല ഇതൊക്കെ വാങ്ങിക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ നമ്മൾ കൊടുക്കണ പൈസയും കിട്ടൂല, വസ്തുവും കിട്ടൂല, ഫ്ലാറ്റും കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾ പൂർത്തീകരിച്ച വില്ലകളോ ഫ്ലാറ്റുകളോ വാങ്ങിച്ചാൽ അടുത്ത 2 വർഷത്തിനകത്ത് അവർ നമുക്ക് ഫ്ലാറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഫ്ലാറ്റാക്കിയിട്ട് പൊക്കളയും. അങ്ങനെ പൈസ പോകാതെ സൂക്ഷിക്കണം. കുഴപ്പങ്ങൾ ഒരുപാടുണ്ട്. കൂട്ടു ബിസിനസ്, ഏജൻസി, കോൺട്രാക്ട് ഇതിലൊക്കെ പരാജയം വരാതെ സൂക്ഷിക്കണം. നമ്മൾ ഈ ആരെയും വിശ്വസിക്കാൻ പാടില്ല. എല്ലാവരും നമ്മളെ പറ്റിച്ചുകൊണ്ട് പൊക്കളയും. നമ്മളെ പറ്റിക്കാൻ പറ്റൂല എന്ന് നമ്മൾ വിചാരിക്കണമെങ്കിൽ ഈസി ആയിട്ട് പറ്റും. വസ്തുവൊക്കെ നമ്മളെ നഷ്ടപ്പെട്ടു പോകുന്ന സമയം, ബാങ്കുകാർ പറ്റിച്ചുകൊണ്ട് പോകുന്ന സമയം, എല്ലാ കാര്യത്തിനും അലസതയും ദേഷ്യവും തോന്നുന്ന സമയം, നിങ്ങളൊരു ശുദ്ധനാണെങ്കിലും ദുഷ്ടനെ പോലെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന സമയം, ഗൃഹപ്രോഷണം, സ്ഥാനഭ്രംശം, വീട് സ്ഥലമൊക്കെ വിറ്റുവിറക്കി പോകണം, വിട്ടുമാറി പോകണമെന്ന് തോന്നും. അങ്ങനെ ജനവിദ്വേഷങ്ങൾ, ജനങ്ങളുടെ വിരോധവും ശത്രുതയൊക്കെ കൂടും. റോട്ടിൽ പോയാൽ ഒരു ആള് ശരിക്കും പറഞ്ഞ ഹോണടിച്ച വണ്ടി എത്തി മാറ്റി കൊടുത്തില്ലെങ്കിൽ അവൻ വന്ന് അടിക്കുകയും വെട്ടുകയും ചെയ്യുന്ന സമയം, അങ്ങനെ വളരെ പ്രതീക്ഷിക്കാത്ത ശത്രുക്കളും വിരോധികളും ഭീഷണി ഏഷണിയൊക്കെ ഉണ്ടാകുന്ന സമയം, അങ്ങനെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുകളുള്ള സമയമാണ് ശനി എട്ടി നിൽക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ മയത്തിൽ അങ്ങ് പോകണം. പിന്നെ വരണ 1 വർഷത്തേക്ക് വേഴം 11-ലും 12-ലുമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ചെറിയ പ്രശ്നങ്ങളായിട്ട് നമുക്ക് പരിഹരിക്കപ്പെടാൻ പറ്റും. കാരണം വേഴൻ 11 നിൽക്കുമ്പോൾ ഏറ്റവും നല്ലതും, ശനി 8 നിൽക്കുമ്പോൾ ഏറ്റവും ദോഷമാണ്. അപ്പോൾ വേഴം 11 എന്തൊക്കെ കിട്ടും? ഒന്ന് നിത്യാരോഗ്യം, ദീർഘായുസ്സും ആയുസ്സും കിട്ടും. അതുകൊണ്ട് നിങ്ങൾ അസുഖങ്ങളൊക്കെ മാറും, ആരോഗ്യം കിട്ടും, ആയുസ്സും കിട്ടും. അതുകൊണ്ട് നിങ്ങൾ രോഗിയായിപ്പോയി ഇനി ജീവിക്കണ്ട, മരിക്കണമെന്നുള്ള ജ്യോതമൊന്നും കാണിക്കണ്ട. നമുക്ക് ആയുസ്സും ആരോഗ്യം ഭഗവാൻ തരും. 2 ദിഷണേ അനുകൂലേ പ്രായോ അനുകൂലാക സകലാസദേവ. നിങ്ങൾ പ്രാർത്ഥിച്ച സർവ്വദൈവന്മാരുടെയും അനുകൂലം എല്ലാം കിട്ടും. 3 കോടി ദോഷ വിനസ്യ ഗർഗസ്യ വചനം തഥാ. ഗർഗാചാര്യർ പറയുന്നത് ഒരു 11-ല് വേഴനൊക്കെ സഞ്ചരിക്കുന്ന കാലഘട്ടം, സൂര്യനും ചന്ദ്രനും 11 സഞ്ചരിക്കുന്ന സമയം, നിൽക്കുന്ന സമയമൊക്കെ കോടി ദോഷ വിനസ്യ ഗർഗസ്യ വചനം തഥ. കോടി ദോഷം ഉണ്ടെങ്കിലും മാറി കിട്ടും. 4 ദരിദ്രന്മാർ പോലും സമ്പന്നന്മാരായി തീരുമെന്നാണ് 11-ാം വേഴം. അപ്പം ഈ ശനി 8 നിൽക്കുമ്പോൾ ഒരുപാട് പൈസയൊക്കെ കിട്ടാതെ കിടക്കുന്നതുണ്ടെങ്കിൽ നമുക്ക് പണം കിട്ടാനും സർക്കാർ ആനുകൂല്യം കിട്ടാനും കോടതി വിജയം കിട്ടാനും ജാമ്യം കിട്ടാനും സ്വസ്ഥത കിട്ടാനും വലിയ പ്രശ്നങ്ങൾ പോലും ദോഷങ്ങൾ കുറഞ്ഞ് നല്ല അനുകൂലം കിട്ടാനും കലഹിച്ചു പോയ ഭാര്യയും മക്കളും ബന്ധുക്കളും ഭർത്താവും ഒക്കെ സ്നേഹിച്ചു വരാനും ഒരു നഷ്ടപ്പെട്ടു പോയ ജോലി തിരിച്ച് കിട്ടാൻ അല്ലെങ്കിൽ പുതിയ ജോലി കിട്ടാനും ഒക്കെ നമുക്കൊരു ചാൻസ് ഉണ്ട്. ഉള്ള ജോലിയുള്ളവർ ഉള്ള ജോലി കളയച്ച് പുതിയ ജോലി അന്വേഷിച്ച് പോകരുത്, അതിൽ തന്നെ ഇരുന്നോണം. ജോലി ഇല്ലാത്തവർ ഉള്ള ജോലി കിട്ടുന്നതിന് ഉറച്ചു നിൽക്കണം. അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ മിടുക്കരായിട്ട് കൊണ്ട് നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ലതെന്ന് കമ്പനിക്ക് നമ്മളെ കൂടെ ഉള്ളവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഈ 11 വേഴം നിൽക്കുമ്പോൾ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാതെ നമുക്ക് നിലനിർത്തി പോരാൻ പറ്റും. ശനി 8 നിൽക്കുമ്പോഴാണ് നോക്കറ്റിൻ്റെ പണി കിട്ടുന്നത്. അതുകൊണ്ട് നല്ല പ്രോഫിറ്റ്, കമ്മീഷൻ, മെച്ചം ഒന്നും കിട്ടണില്ല എന്നുകൊണ്ട് കളയറ്റ് വരും. പിന്നെ ലോട്ടറി, ഷെയർ മാർക്കറ്റൊക്കെ കൈകാര്യം ചെയ്യണവർ നമ്മൾ ലോട്ടറി അടിക്കുമോ അത് ലാഭം കിട്ടുമോ എന്നൊക്കെ തോന്നും. 11 വേഴം നിൽക്കുമ്പോൾ ലോട്ടറി അടിക്കുമെന്ന് വരെ ചില ജ്യോത്സ്യന്മാർ പറയും. അടിക്കും, പക്ഷെ അത് 500 രൂപയോ 5000 രൂപയോ 10000 രൂപയോ കിട്ടുമെന്ന് കൊണ്ട് ലക്ഷങ്ങൾ
ചിലവാക്കി ലോട്ടറിയൊന്നും എടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ ഓരോ ദിവസവും ഓരോ കോടീശ്വരന്മാർ ജനിക്കുന്നുണ്ടെന്നാണ് കേരള ലോട്ടറി പറയണത്. പക്ഷെ ഇവിടെ എത്ര കോടീശ്വരന്മാർ, ഒരു മാസം 30 കോടീശ്വരന്മാർ ജനിക്കേണ്ട ഈ പൈസ അടിച്ച ആർക്ക് ഈ വർഷം എത്ര കോടീശ്വരന്മാരെ കണ്ട് ആർക്കൊക്കെ പൈസ കിട്ടി എന്ന് നോക്കിയാൽ ലോട്ടറിയുടെ രഹസ്യം നിങ്ങൾക്ക് പിടികിട്ടും. അല്ലാതെ നമ്മൾ കിടന്ന് ടെൻഷൻ അടിക്കേണ്ട. പിന്നെ നമുക്കൊരു ഭാഗ്യ പരീക്ഷണത്തിന് വേണ്ടി ഒരെണ്ണം ഒറ്റ എടുത്തു അടിക്കണമെങ്കിൽ അത് മതി, അടിച്ചില്ലെങ്കിൽ വേണ്ട. ലക്ഷങ്ങൾ ചിലവാക്കി ലോട്ടറി എടുക്കുന്നവരെ എനിക്കറിയാം, പക്ഷെ ഒന്നും കിട്ടണില്ല, എല്ലാം പോകുന്നു. അപ്പോൾ അത്രയ്ക്കും നല്ല സമയവും ജാതകത്തിൽ ഗ്രഹസ്ഥിതി അനുകൂലമായിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പൈസയും ഭാഗ്യമൊക്കെ കിട്ടും. അത് ലോട്ടറി തന്നെ അടിക്കണമെന്നില്ല. ബന്ധുക്കളും നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും വീടും വസ്തു എഴുതി തരികയും അധികാരികൾ നമുക്ക് സ്ഥാനമാനങ്ങൾ തരികയും ഇവിടെ ചെന്നാലും നമുക്ക് നല്ല പ്രൊമോഷൻ സാലറിയൊക്കെ കിട്ടുകയോ അഭിമാനം അംഗീകാരം അതൊക്കെ നല്ല സമയം വരുമ്പോൾ ഭഗവാൻ നമുക്കതെല്ലാം നേടിത്തരും. എന്നാൽ നിങ്ങൾ ഭഗവാൻ നേടിത്തരുന്നതല്ല, നമ്മൾ നേടാൻ വേണ്ടിയുള്ള പരിശ്രമം തെറ്റല്ല. വിധിയെയും മതി കൊണ്ട് വെല്ലല. വിധിയെന്നും പറഞ്ഞുകൊണ്ട് എല്ലാം വിഷമിച്ച് നിൽക്കുകയല്ല, മതി എന്ന് വെച്ചാൽ ബുദ്ധി കൊണ്ട് നമുക്കെല്ലാം നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ ദോഷങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ പറ്റും. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ പൂജകൾ, ദർശനങ്ങൾ, വഴിപാടുകളൊക്കെ നടത്തുന്നത് അഷ്ടമശനിക്കും അതേപോലെ ഈ ഗ്രഹപ്പഴയ്ക്കും ഒക്കെ നല്ലതാണ്. രാഹു 7 നിൽക്കുമ്പോൾ അവിടെയും കുടുംബകലകവും വിരോധവും വിദേശയാത്രാ തടസ്സങ്ങളും, വിദേശത്തിരിക്കുന്നവർക്കും വേറെ രാജ്യത്ത് പോയാൽ കൊള്ളാമെന്നൊക്കെ തോന്നും, അവിടെ ഇരുന്നാൽ മതി, പരിഹാരമൊക്കെ ചെയ്യണം. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ അമാവാസി തോറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജോമം, 4 മണിക്ക് യമരാജ പൂജ, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം, ഭസ്മം ഇതൊക്കെ കൊണ്ടുള്ള അഭിഷേകങ്ങൾ, പുഷ്പാർച്ചന, ഭസ്മാഭിഷേകം, പുഷ്പാഭിഷേകം, ദീപ ആരതി മുതലായ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർ, പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക. ജ്യോതിഷ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ മെസ്സേജ് തന്നെ അയക്കണം, കാള് ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ അവർ പല ആൾക്കാരും എനിക്കിപ്പോൾ അനുഭവം വരുന്നത് ജോലി കിട്ടൂ, ഒരു കല്യാണം നടത്തൂ, പൈസ കിട്ടൂ എന്നൊക്കെയാണ് ചോദ്യം. ഒരു ചോദ്യമേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ നാള്, പേര്, ജാതകം, ഭാഗ്യം ഇതൊക്കെ അറിഞ്ഞിട്ടാണല്ലോ ഒരു കാര്യം പറഞ്ഞു തരാനുള്ളത്. ഇല്ലെങ്കിൽ പറയുന്ന കാര്യം തെറ്റിപ്പോയാൽ പിന്നെ നിങ്ങൾക്കത് വിശ്വാസം ഇല്ലാതാവും. അപ്പോൾ ജാതകം അയച്ച് തന്നാൽ അതിൻ്റെ കാര്യങ്ങൾ നോക്കി നിങ്ങൾക്ക് ഗുണങ്ങളാണെങ്കിൽ ഗുണവും, ദോഷമാണെങ്കിൽ ദോഷവും പറഞ്ഞു തരും, പരിഹാരങ്ങൾ പറഞ്ഞു തരും, എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കാള് ചെയ്യരുത്. കാള് ചെയ്തിട്ട് എൻ്റെ കൂടെ പെട്ടെന്ന് പോയൊരു ചോദ്യം ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഫീസും അടയ്ക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.